നമുക്കെന്നും രാവിലെ ഗുഡ് മോർണിംഗ് ശുഭദിനം ഒക്കെ അയക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും അല്ലേ? എനിക്കുമുണ്ട്. നാട്ടിൽ നിന്ന് ഒരുപാട് പേര് എനിക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പലർക്കും തിരിച്ചയക്കാറില്ല. കാരണം ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നം. കാരണം നമുക്കിവിടെ പകലാകുമ്പോൾ അവിടെ ഉച്ച സമയമാണ്, ഊണ് കഴിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അയക്കാറില്ല. ഒരുപാട് പേര് അയക്കാറുണ്ട്. പക്ഷെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അവരൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു സന്തോഷമാണ് കേട്ടോ. കഴിഞ്ഞ 4-5 വർഷത്തിലധികമായിട്ട് എനിക്ക് സ്ഥിരം ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതിൽ വേറൊരു വലിയൊരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതലും ഈ ബ്രോഡ്കാസ്റ്റ് മെസ്സേജാണ്. നമുക്കൊരു 10-500 പേരെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ഒരൊറ്റ ഗുഡ് മോർണിംഗ് മെസ്സേജ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേ സമയം അയക്കാൻ പറ്റും. എനിവേ എന്തായാലും നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് കാണുന്നത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം വേറെ ഒന്നുമല്ല. ഇപ്പോൾ എന്നും അയക്കണ്ട. നമുക്കിപ്പോൾ ക്രിസ്മസോ ന്യൂ ഇയറോ ഓണമോ വിഷുവോ പെരുന്നാളോ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയൊരു പൊതുവായ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമുക്കൊരു ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജുകൾ അയക്കുന്നവർ സ്റ്റിക്കറല്ല, അല്ലാണ്ടുള്ള കോമൺ മെസ്സേജുകളൊന്നും അല്ലാതെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് പോലെ മെസ്സേജ് എഴുതി നമ്മൾ ആശംസകൾ അറിയിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ ഓണം വരുമ്പോൾ ഹാപ്പി ഓണം, ഇപ്പോൾ എൻ്റെ പേരാണെങ്കിൽ ഹാപ്പി ഓണം സാൻ എന്നിങ്ങനെ അവരൊരു ടെക്സ്റ്റിൽ ഇട്ട് റിപ്ലൈ തരുന്ന അല്ലെങ്കിൽ അങ്ങനെ ആശംസകൾ അറിയിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഈ ഓണത്തിനൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ ആരെങ്കിലും ഓണം വിഷ് ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് ഇപ്പോൾ എനിക്ക് അയക്കുന്ന ആരാണോ അപ്പോൾ അവർക്ക് ഞാൻ അവരുടെ പേര് വെച്ചായിരിക്കും ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കുന്നത്. കാരണം എന്നും എനിക്ക് മെസ്സേജ് അയക്കാനും ഗുഡ് മോർണിംഗ് അയക്കാനും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഈ ഓണം അതുപോലെയുള്ള ഈ പ്രധാന ആഘോഷങ്ങൾ വരുമ്പോൾ അവർക്ക് ഞാൻ വിഷ് ചെയ്യുന്നത് അവരുടെ പേര് വെച്ചായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിയെ ആ ഒരു നിമിഷത്തേക്ക് ഓർക്കുകയാണ് അല്ലേ? അപ്പോൾ വെറുതെ ഒരു മെസ്സേജ് അയക്കാൻ ഒരാളിനെ മെൻഷൻ ചെയ്ത് അയാളുടെ പേര് എഴുതി ടൈപ്പ് ചെയ്ത് അയാളെ ഒന്ന് വിഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ ആ കുറച്ച് നിമിഷങ്ങളാണെങ്കിലും നമ്മൾ അയാളെ ഓർത്തുകൊണ്ട് അവർ മെസ്സേജ് അയക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് വെച്ച് നിങ്ങളെ മെൻഷൻ ചെയ്ത് നിങ്ങളെ മെൻഷൻ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം മെൻഷൻ അല്ല കേട്ടോ, വാട്സപ്പിൽ നിങ്ങളുടെ പേര് എഴുതി ടൈപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു വിഷ് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കുക. കാരണം അതൊക്കെ ഒരുപാട് മൂല്യമുള്ള സുഹൃത്തുക്കളാണ്, ബന്ധങ്ങളാണ്. നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ച് ഒരു മെസ്സേജ് അയക്കുക, ഒരു ആശംസ, ഒരു പൊതുവായ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ, നമ്മളെ ഒരു ഓണം വരുമ്പോൾ, ഒരു ക്രിസ്മസ് വരുമ്പോൾ ഒക്കെ അവർ നമ്മൾ ഓർക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയൊരു തെളിവ് തന്നെയാണ്. അവരുടെ ഹൃദയത്തിൽ നമുക്കും ഒരു സ്ഥാനമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കായിട്ട് വരുന്ന നമ്മുടേതായ ഒരു ചില മെസ്സേജ്. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഒരു വലിയൊരു മൂല്യമാണ്. ആ മൂല്യങ്ങൾ എപ്പോഴും നമ്മൾ ഹൃദയത്തിൽ കാത്ത് സൂക്ഷിക്കുക. ഓക്കെ, ബൈ.